ഇന്നത്തെ ഗോസ്പലിൻ്റെ സെറ്റിങ്സ് വളരെ പ്രധാനപ്പെട്ടാണ്. കേസറിയ ഫിലിപ്പി ജോഗ്രഫിക്കലി, ഹിസ്റ്റോറിക്കലി, റിലീജിയസ്ലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസാണ്. ജോഗ്രഫിക്കലി മൗണ്ട് ഹെർമണിൻ്റെ ചുവട്ടിലാണ് കേസറിയ ഫിലിപ്പി. ഇപ്പോൾ ബാക്ക് ഡ്രോപ്പിൽ സോളിഡ് റോക്സാണ്. റിവർ ജോർദാനിലേക്കുള്ള പ്രധാനപ്പെട്ട ഉറവ ആരംഭിക്കുന്നത് ഈ മൗണ്ടിൽ നിന്നാണ്. അവിടെ ഒരു കേവ് ഉണ്ട്, അതിൽ നിന്നാണ് വെള്ളം പുറപ്പെടുന്നത്. അതറിയപ്പെടുന്നത് എൻട്രൻസ് ഓഫ് ഹെയ്ഡീസ് എന്നാണ്. ഗ്രീക്ക് മിത്തോളജി അനുസരിച്ച് അണ്ടർവേൾഡ് ഗാഡ് എന്നറിയപ്പെടുന്ന, കിങ് ഓഫ് റിച്ചസ് എന്നറിയപ്പെടുന്ന പാൻ ഗാഡിൻ്റെ സാമ്രാജ്യമാണത്. അതിലേക്കുള്ള എൻട്രൻസാണ് ഈ എൻട്രൻസ് ഓഫ് ഹെയ്ഡീസ് എന്നറിയപ്പെടുക. കാനാൻകാരുടെ സമയത്ത് അവിടെ ഒരു ബാൽ ദൈവത്തെ ഉണ്ടാക്കി വയ്ക്കുന്നുണ്ട്. സോളമൻ രാജാവിൻ്റെ കാലത്തിന് ശേഷം ഇസ്രായേൽ കിങ്ഡം രണ്ടാവുന്നു. ജെറോബോം രാജാവ് വന്നിട്ടാണ് അവിടെ ഗോൾഡൻ കാഫിനെ ഉണ്ടാക്കി വയ്ക്കുന്നത്. അങ്ങനെ ഐഡലിട്രി അവിടെ ഉണ്ടാവുകയാണ്. കിങ് ഹെറദ് ദ ഗ്രേറ്റിൻ്റെ സമയത്ത് അഗസ്റ്റസ് സീസറിനെ ആദരിക്കാൻ വേണ്ടി വൈറ്റ് മാർബിളിൽ ഒരു ടെമ്പിൾ അദ്ദേഹം പണിയുന്നുണ്ട്. കിങ് ഹെറദിൻ്റെ മകൻ ഫിലിപ്പ് വരുമ്പോൾ ഈ സിറ്റിയെ അദ്ദേഹം റിനോവേറ്റ് ചെയ്യുന്നു, അത് ക്യാപിറ്റൽ സിറ്റി ആക്കുന്നു. അങ്ങനെ സീസറിൻ്റെയും തൻ്റെയും പേര് നിലനിർത്താൻ വേണ്ടി കേസറിയ ഫിലിപ്പി എന്ന പേര് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കേസറിയ ഫിലിപ്പിയുടെ ബാക്ക് ഡ്രോപ്പിലാണ് ക്രിസ്തു ചോദിക്കുന്നത്, ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത്? അവിടെ പത്രോസ് കൃത്യമായ ഉത്തരം നൽകുന്നു, സജീവ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണ് നീ എന്ന് പറഞ്ഞാൽ ഈ സാമ്രാജ്യങ്ങൾ, ഈ പവേഴ്സൊക്കെ ഇങ്ങനെ മാറി മാറി വന്നെടുത്ത് ഇനി നിലനിൽക്കുന്ന ഒരാളേ ഉള്ളൂ, ഇവർക്കൊക്കെ മുകളിൽ നിൽക്കുന്ന ഒരാളേ ഉള്ളൂ, അത് നീയാണ്, ക്രിസ്തുവാണെന്ന് പത്രോസ് കൺഫസ് ചെയ്യാണ്. അപ്പോൾ ഈശോ പത്രോസിനോട് പറയുന്നു, പത്രോസേ നീ പാറയാണ്. ഇത് പറയുമ്പോൾ അവിടെ മൗണ്ട് ഹെർമണിൻ്റെ സോളിഡ് റോക്കിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ നിന്നുകൊണ്ട് ഈശോ പറയാം, നീ പാറയാണ്, ഞാൻ ഈ പാറയിൽ എൻ്റെ സഭ സ്ഥാപിക്കും, നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. ഇപ്പം പിന്നിലെന്താ? ഈ ഉറവ് ഒഴുകുന്ന കേവുണ്ട്, എൻട്രൻസ് ഓഫ് ഹെയ്ഡീസ് എന്നറിയപ്പെടുന്ന കവാടമുണ്ട്. അതിൻ്റെ ട്രാൻസ്ലേഷനാണല്ലോ നരക കവാടം എന്ന് പറയാം. അപ്പോൾ ഈ ലോകത്തിലുള്ള ഒരു നരക കവാടങ്ങളും എൻ്റെ സഭയ്ക്കെതിരെ പ്രബലപ്പെടില്ല എന്ന് ഈശോ പറയാം. എത്രയൊക്കെ തിന്മകൾ സഭയ്ക്കെതിരെ ആഞ്ഞടിച്ചാലും ഉയർന്നു വന്നാലും ചരിത്രം പഠിപ്പിക്കുന്നു, സഭ സ്ട്രോങ് ആണ്. കാരണം അത് സോളിഡ് റോക്കിലാണ്, അത് ക്രിസ്തു പണിതാണ്.